തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും അത് തന്നെയാണല്ലോ ചർച്ചയാകുന്നത്. ആളുകൾ വിലയിരുത്താൻ കിട്ടുന്നൊരു അവസരം എന്നുള്ള നിലയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുക രാഷ്ട്രീയം തന്നെയാണ്. അത് ചിന്തിച്ച് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഭരണ വിലയിരുത്തലുകൾ നടക്കുന്നൊരു സമയമാണ്, അങ്ങനെയാണ് നടക്കുന്നത്. ജൂൺ 5 പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പായി, ഇനി നമ്മുടെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ഞാനൊരു പ്രത്യേകിച്ചൊരു UDF-ന്റെ പ്രവർത്തകൻ, UDF വിശ്വാസി എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. പല തെരഞ്ഞെടുപ്പ് വേദികളിലും പറഞ്ഞ പോലെ വളരെ നിർണായകമാണ്. അതാലോചിച്ച് ആളുകൾ തീരുമാനമെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ല, സീറ്റുകൾ എല്ലാ കക്ഷികളും അങ്ങനെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ അവർ ഇപ്പം ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം അവർക്കുണ്ട്. നമ്മൾ അത്രയും നാൾ ഭരിച്ചിരുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള സ്ഥലങ്ങളിലുള്ള പാർട്ടി, ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രസക്തിയുണ്ട്. വോട്ടുകൾ പലതും ഒരു പരിധിവരെ രാഷ്ട്രീയവും ബാക്കി പലതും ഓരോ വ്യക്തികളെ അനുസരിച്ചുമൊക്കെയാണല്ലോ തീരുമാനിക്കപ്പെടുന്നത്. അനുസരിച്ച് ഞാൻ വളരെ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതിനുള്ള തീരുമാനങ്ങൾ ആളുകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാവും. ഓക്കെ. കോട്ടയം വെള്ളൂർ കാരിക്കോട് സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നടനും സംവിധായകനുമായ രമേശ് പിഷാരടി. ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എന്നുള്ളതാണ് രമേശ് പിഷാരടി പറഞ്ഞത്. എന്താണെങ്കിലും അത്തരത്തിൽ ഒരു ചിന്ത വെച്ചുകൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ തവണ 20 സീറ്റിൽ 19 സീറ്റ് UDF നേടി. ഇക്കുറി എന്താകും, അത്രത്തോളം സീറ്റുകൾ നേടാൻ UDF-ന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നർമ്മം കലർത്തിക്കൊണ്ട് അതിന് മറുപടി 5-ാം തീയതി മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള മറുപടിയാണ് രമേശ് പിഷാരടി നൽകിയത്. എന്താണെങ്കിലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു UDF പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയിലാണ്. ഭരണമാറ്റം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നതെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.